വേലിപ്പെണ്ണായി നീ വരുമ്പോൾ ഭാഗം 3. വൈകുന്നേരത്തോടെയാണ് ഗോപാലും ബിന്ദുവും തിരികെ പോകാനിറങ്ങിയത്. അവരെ നോക്കി നിന്ന പാത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ സങ്കടം കണ്ട് ഗോപാലും വല്ലാതായി. ആദ്യമായിട്ടാവും എന്റെ മോളിങ്ങനെ മാറി നിൽക്കുന്നത്. നോക്കിക്കോളണേ രാമേട്ടാ, ഗോപാൽ സങ്കടത്തോടെ പറഞ്ഞു. ഞങ്ങളുടെ സ്വന്തം മോളായിട്ട് നോക്കോളൂ, രാമ പറഞ്ഞു. ഇന്ദു പാത്തുവിനെ കെട്ടിപ്പിടിച്ചു. സന്തോഷമായിട്ടിരിക്കെ, ഇനി ഞാൻ വരുമ്പോ നല്ല മിടുക്കിയായിട്ട് കാണണം, അവൾ പറഞ്ഞു. അവരുടെ കാർ ഗേറ്റ് കടന്നതും പാത്തു പിന്നെ കരഞ്ഞുപോയി. സരു അവളെ നെഞ്ചോട് ചേർത്ത് വിളിച്ചു. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, അവൾ സങ്കടപ്പെടരുത്, അവര് പറഞ്ഞു. മോൾ റൂമിലേക്ക് ഇന്ന് റെസ്റ്റ് എടുത്തോ. പാത്തു തലയാട്ടി റൂമിലേക്ക് ചെന്നു. ഡോറ് ചാരി അവളുടെ ബെഡിലേക്ക് വീണ് കരഞ്ഞുപോയി. പിന്നെ എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മോളെ പാത്തു, സരു വിളിക്കുന്നത് കേട്ട് പാത്തു ഞെട്ടി എഴുന്നേറ്റു. സോറി ആന്റി, ഞാൻ ഉറങ്ങിപ്പോയി. അതിനിപ്പോ എന്താ, മോൾക്ക് ഇഷ്ടമുള്ളപ്പോ ഉറങ്ങാലോ. ഞാൻ ഇവിടെ വന്നതൊക്കെ മറന്നുപോയി ആന്റി, പാത്തു ചമ്മനോട് പറഞ്ഞു. അതൊന്നും സാരമില്ല, മോളുടെ ഇഷ്ടം എന്താണ് അങ്ങനെ ചെയ്തു. ഇപ്പൊ ഫ്രഷ് ആയിട്ട് താഴേക്ക് വാ, എന്തെങ്കിലും കഴിക്കാം, സരു പറഞ്ഞു. ശരി ആന്റി. അവള് സരു പോകുന്നത് നോക്കി നിന്നു. സരു പെട്ടെന്ന് തിരിഞ്ഞ് അവളെ നോക്കി. ഞാൻ ഒരു കാര്യം പറഞ്ഞ മോൾ സമ്മതിക്കുമോ, അവൾ ചോദിച്ചു. എന്താ ആന്റി? എന്നെ അമ്മന്ന് വിളിക്കുവോ? ഈ ആന്റി കേൾക്കുമ്പോ എന്തോ ഒരു അകൽച്ച. ആന്റി, അത് മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഞാൻ അങ്ങനെ വിളിച്ചോളാം. പെട്ടെന്ന് പാത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അയ്യോ, മോളെന്തിനാ കരയുന്നേ? വേണ്ട, മോൾ അമ്മേനെ വിളിക്കണ്ട, മോളെ കരയിച്ചല്ലോ. ഷോ, സരുവിന് ആകെ വിഷമായി. അങ്ങനെയൊന്നുമില്ല, അമ്മേനെ വിളിക്കാൻ ആരും ഇല്ലായിരുന്നു, അതാ. പെട്ടെന്ന് അത് ഓർത്തപ്പോ സങ്കടം വന്നുപോയി. സരു അവളുടെ തലയിലൂടെ സ്നേഹത്തോടെ ഒന്ന് തലോടി. മോള് ഫ്രഷ് ആയിട്ട് വാ. അവർ അപ്പുറത്തേക്ക് പോയി. ഫ്രഷായി വന്നതും വീട്ടിലേക്കൊന്ന് വിളിക്കാൻ തോന്നിയെങ്കിലും താഴെ എല്ലാവരും കാത്തിരിക്കുന്ന ഓർത്തപ്പോ അവള് വേഗം അങ്ങോട്ട് ചെന്നു. മോളിരിക്കെ, സരു പറഞ്ഞു. അമ്മയോ? ഞാനും ഇപ്പൊ ഇരിക്കും. സരു സീറ്റിലേക്ക് ഇരുന്നു. ഒരുമിച്ചാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചത്. പ്ലേറ്റൊക്കെ എടുത്തു വയ്ക്കാനും കഴുകാനും ഒക്കെ അവളും കൂടി. സരു ഒരുപാട് തവണ വേണ്ടാന്ന് പറഞ്ഞിട്ടും പാത്തു സമ്മതിച്ചില്ല. മോൾക്ക് മുകളിലെ റൂം മതിയായിരുന്നടോ, താനെന്തിനാ താഴത്തെ റൂം റെഡിയാക്കിയത്, രാമൻ ചോദിച്ചു. ഇപ്പൊ അവിടെ പോയാ മോൾ ഒറ്റയ്ക്കാവില്ലേ, നന്ദോട്ടനുണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. അല്ല, അത് പറഞ്ഞപ്പോഴാ. അവൻ എന്നെ വിളിച്ചില്ലേ, സരു ചോദിച്ചു. വിളിച്ചു. തന്നെ വിളിച്ചപ്പോ താൻ എടുത്തില്ലെന്ന് പരാതി പറഞ്ഞു. പുതിയ ആളെ കിട്ടിയപ്പോ അവനെ വേണ്ടതായോന്ന് ചോദിച്ചു, രാമൻ ചിരിയോടെ പറഞ്ഞു. ആ, വേണ്ടെന്ന് പറഞ്ഞേക്ക്. ഇനി വിളിക്കുമ്പോ എനിക്കെന്റെ മോള് മതി, സരു പാത്തുവിന്റെ കയ്യിൽ പിടിച്ച് ചിരിയോടെ പറഞ്ഞു. ആയിക്കോട്ടെ. അല്ല, മോൾ എന്നാ ജോയിൻ ചെയ്യുന്നേ, നാളെ അല്ലേ, രാമൻ ചോദിച്ചു. അതെ അങ്കിൾ. അത് കൊള്ളാലോ. അവൾ അമ്മ, ഞാൻ അങ്കിളോ, രാമൻ ഗൗരവത്തോടെ ചോദിച്ചു. പാത്തു ഒന്ന് പരിഭ്രമിച്ചു പോയി. സോറി അങ്കിൾ, ഞാൻ പിന്നെ. അവളാകെ വല്ലാതായി. ഒന്ന് പോയി രാമേട്ടാ, എന്റെ മോളെ വെറുതെ പറ്റിക്കുവാ, സരു അവളോട് പറഞ്ഞു. അപ്പോഴാണ് പാത്തുവിന് സമാധാനമായത്. എന്നാലും അച്ഛാന്ന് വിളിച്ചൂടെ മോളെ, ഒരു പെൺകുട്ടി ഇല്ലാത്തോണ്ടല്ലേ, രാമൻ പറഞ്ഞതും പാത്തു അങ്ങനെ വിളിക്കാൻ സമ്മതിച്ചു. പിന്നില്ലേ, ഞാൻ നന്ദൂട്ടിനോട് മോളുടെ പേര് പാത്തു എന്നാ പറഞ്ഞത്. അവന്റെ വിചാരം മോളൊരു ഉമ്മച്ചിക്കുട്ടിയാണെന്നാ, തട്ടമൊക്കെ ഇട്ടിട്ടുള്ള. അതെന്തായാലും തിരുത്താൻ പോകണ്ട, അവനൊന്നും ചമ്മട്ടെ. അത് വേണോ, ദേഷ്യാവില്ലേ നന്ദൂട്ടിന്, അത് ചോദിച്ചു. സരുവും രാമനും അവളുടെ ചോദ്യം കേട്ട് അവളെ നോക്കി. ആർക്ക്, അവരൊരുമിച്ച് ചോദിച്ചു. നിങ്ങളുടെ നന്ദൂട്ടന്. അവന്റെ ദേഷ്യം ഒന്ന് കാണണല്ലോ, ഇനി ഇപ്പൊ ഒട്ടും പറയാൻ പോകുന്നില്ല, രാമച്ചൻ കൗതുകത്തോടെ പറഞ്ഞു. തന്റെ പേര് കാരണം അവിടെ വഴക്കാവോ എന്നോർത്ത് പാത്തു ഒന്ന് ടെൻഷനായി. രാമനും സരുവും അവളുടെ ഭാഗങ്ങൾ കൗതുകത്തോടെ നോക്കി. ഇനി വൈകണ്ട, മോള് കിടന്നു. നാളെ രാവിലെ തന്നെ പോകണ്ടല്ലേ, ഞാൻ കൊണ്ടുപോയി ആക്കാം. ഇവിടെ നിന്ന് അധികം ദൂരമില്ല ബാങ്കിലേക്ക്, രാമൻ പറഞ്ഞു. അവൾ സമ്മതിച്ചു. റൂമിലേക്ക് ചെന്ന് പാത്തു അച്ഛനെ വിളിച്ചു. ഞങ്ങളിവിടെ എത്തിയിട്ട് കുറച്ചായി, മോളെ വിളിക്കാൻ ഫോൺ എടുത്തതേ ഉള്ളൂ. അവിടെ എങ്ങനെയുണ്ട് മോളെ, ഗോപാൽ ചോദിച്ചു. ഇവിടെ കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഞാൻ ഹാപ്പിയാണ്. നാളെ ബാങ്കിൽ പോയി തുടങ്ങും കേട്ടോ, ആള് പറഞ്ഞു. വിശ്വച്ചിനെയും ഗീതാപ്പച്ചയും ഇന്ദുവിനെയും കൂടി വിളിച്ച ആള് വിവരങ്ങൾ പറഞ്ഞു.
പിറ്റേന്ന് രാമൻ അവളെ ഓഫീസിൽ കൊണ്ടുപോയി ആക്കി. അവിടെയുള്ള പരിചയക്കാരോടൊക്കെ അവളെ കുറിച്ച് പറഞ്ഞു. അവൾക്ക് അവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് രാമൻ തിരിച്ചു പോകുന്നത്. ബാങ്കിൽ അവൾ നല്ല ഹാപ്പിയായിരുന്നു. ഗ്രാമമായതുകൊണ്ട് വലിയ തിരക്കോ ബഹളമോ ഒന്നുമില്ലാതെ ആ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. അന്ന് വീട്ടിലെത്തി എല്ലാവരോടും അവൾ വിശേഷങ്ങൾ പറഞ്ഞു. അതോടെ അവർക്കും സമാധാനമായി. പരിചയമുള്ളവരോട് അവൾ നന്നായി തന്നെ സംസാരിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ പാത്തു അവരുടെ പ്രിയപ്പെട്ടവളായി മാറി. കരുമയും രാമച്ചനും അച്ചമ്മയും ഒക്കെ പാത്തുവിന്റെ സ്വന്തമായി മാറി. ബാങ്കിലേക്ക് അവൾ തനിയെ പോകാനൊക്കെ തുടങ്ങി. ആ നാട് അവൾക്ക് പരിചിതമായി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. അന്ന് ബാങ്ക് അവധി ആയതുകൊണ്ട് പാത്തു പോയിരുന്നില്ല. രാമച്ചനും സരുമയുടെ ഏട്ടന്റെ മകളുടെ നിശ്ചയത്തിനായി പോയതായിരുന്നു. ഇന്ന് തന്നെ വരാൻ പോയവരെ പാത്തു നിർബന്ധിച്ച് യാത്ര നാളത്തേക്കാക്കിയിരുന്നു. അവളും അച്ചമ്മയും ദിവസം മുഴുവൻ ഒരുമിച്ചായിരുന്നു. രാത്രിയായപ്പോ അച്ചമ്മ നേരത്തെ കിടക്കാൻ പോയി. പാത്തു വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് ഹാളിൽ തന്നെ ഇരുന്നു. പെട്ടെന്ന് ലാൻഡ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് പാത്തു ചെന്ന് ഫോൺ എടുത്തു. ഹലോ, ആരാ? അവള് ചോദിച്ചു. പാത്തു ആണോ ഇത്? ഞാൻ നന്ദുവാ. ഞാൻ രാത്രി എത്തും. ഡോറകത്ത് നിന്ന് കീ കൊണ്ട് ലോക്ക് ചെയ്താൽ മതി. ഗൗരവത്തോടെയുള്ള ശബ്ദം ഫോണിലൂടെ കേട്ടു. പാത്തു ഞെട്ടിപ്പോയി. ഫോൺ കയ്യിൽ പിടിച്ച് പാത്തു തരിച്ചു വന്നു. ഇതാണ് നന്ദൂട്ടൻ. എന്ത് ശബ്ദം ഇത്? എന്റെ ചെവി പോയി വന്നു. നന്ദൂട്ടൻ എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പൊ കാണുമ്പോ എങ്ങനെ ഉണ്ടാവോ ആവോ, അവൾ ഓർത്തു. എന്തായാലും അവൻ പറഞ്ഞതുപോലെ അവള് വാതിലകത്തു നിന്ന് താക്കോലിട്ടാണ് പൂട്ടിയത്. അച്ചമ്മയുടെ കൂടെയാണ് അവളന്ന് കിടന്നത്. പേടിയൊന്നുമില്ല. പക്ഷേ അച്ചമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായല്ലോ എന്ന് ഓർത്തിട്ട്. രാവിലെ എന്തോ ഭാരം ദേഹത്തുള്ളത് പോലെ തോന്നിയാണ് അവളുടെ ഉറക്കം മുറിഞ്ഞത്. അച്ചമ്മ അവളുടെ വയറിലൂടെ ചുറ്റി പിടിച്ചിട്ടുണ്ടോ? പക്ഷെ ഇത്ര ഭാരം എന്താ അച്ചമ്മയുടെ കൈക്ക്? അവള് കണ്ണുകൾ തുറക്കാതെ തന്നെ കൈ നീട്ടി ഒന്ന് തൊട്ടു നോക്കി. നിറയെ രോമമുള്ള ഒരു കൈ. അത് ഞെട്ടി കണ്ണു തുറന്നു. തന്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ഒരാള്. 10-30 വയസ്സുണ്ടാവും. പാത്തു അലറി വിളിച്ചു. അവളുടെ കൂടെ കിടന്നവനും അലറി വിളിച്ചു. നീ ഏതാ? അവൻ തലയോർത്ത് ചോദിച്ചു. എന്റെ വയറിന് കൈയെടുക്ക്. അവൾക്ക് അനങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അവൻ നോക്കിയതും അവളുടെ വയറിലൂടെ താൻ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് അവൻ കണ്ടു. അവൻ വേഗം ചമ്മനോട് തന്റെ കൈ എടുത്ത് മാറ്റിയതും അവള് പെടഞ്ഞെണീറ്റു. അപ്പോഴേക്കും അച്ചമ്മ അങ്ങോട്ട് വന്നു. നന്ദൂട്ടാ, പാത്തു, അച്ചമ്മ വിളിച്ചു. നന്ദൂട്ടനോ? പാത്തു? രണ്ടുപേരും ഞെട്ടി നോക്കി. ഇയാൾ ഇവിടെ കിടന്നു അച്ചമ്മേ. പാത്തു അവനെ ചൂണ്ടി പരാതി പറഞ്ഞു. അവൻ ഇന്നും വെളുപ്പിന് ഇങ്ങോട്ട് വന്ന് കിടക്കുമോളെ. ഇന്ന് പക്ഷെ എന്റെ കൂടെ നീയുള്ളത് അവൻ അറിയില്ലല്ലോ, അച്ചമ്മ അവളോട് പറഞ്ഞു. ഇതാണോ പാത്തു? അപ്പോ അച്ഛൻ പറഞ്ഞ ഉമ്മച്ചിക്കുട്ടിയോ? അവൻ എന്തോ ഓർത്തുകൊണ്ട് അവളെ നോക്കി നിന്നു. കള്ള അച്ഛാ, എനിക്കിട്ട് പണിതല്ലേ, അവൻ മനസ്സിൽ പറഞ്ഞു. സോറി പാത്തു. സാരമില്ല, അറിയാതെയല്ലേ. വിറയലിപ്പോൾ മാറിയില്ലെങ്കിലും അവൾ പറഞ്ഞു. അവൻ അച്ഛമ്മയെ നോക്കി. അവരും അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇന്നലെ ഞാൻ പാത്തുമായി സംസാരിച്ചത് പപ്പൂസേ. അവളാണ് ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തത്. ഞാൻ രാത്രി ഒരു മണിയോടെ എത്തിയിരുന്നു. 1 അല്ല 3 മണിയായല്ലോ. പാത്തു പെട്ടെന്ന് പറഞ്ഞുപോയി. നന്ദു അച്ഛമ്മയും മോളെ അത്ഭുതത്തോടെ നോക്കി. മോള് ഉറങ്ങിയില്ലായിരുന്നോ? അച്ഛമ്മ ചോദിച്ചു. ഇല്ല അച്ഛമ്മ, ചെറുപ്പം മുതലേ അങ്ങനെയാ. അച്ഛൻ വരാൻ വൈകിയ വരുന്നത് വരെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതാ ഇന്നലെ നന്ദൂട്ടൻ വരുന്നത് പറഞ്ഞതുകൊണ്ട് ഉറക്കം വന്നില്ല. അങ്ങനെയാ ബുള്ളറ്റ് വരുന്ന ശബ്ദം കേട്ടത്, അവള് പരിങ്ങലോടെ പറഞ്ഞു. അവൻ അവളെ അത്ഭുതത്തോടെ നോക്കി. ഒരു പരിചയമില്ലാത്ത തനിക്ക് വേണ്ടി ഉറങ്ങാതെ ഇരുന്നോളൂ, വട്ടാണോ? അവൻ ഓർത്തു. പക്ഷേ എവിടെയോ ഒരു കുളിര് ഓർക്കുമ്പോ. പക്ഷെ അധികം നേരം ആ കുളിരോടെ നിൽക്കാൻ അച്ഛമ്മ സമ്മതിച്ചില്ല. എടാ ചെറുക്കാ, നീ കള്ളം പറഞ്ഞല്ലേ? അച്ഛമ്മ അവരെ ചെവിക്ക് പിടിച്ചു. അച്ഛനെ വിട്, നാണം കെടുത്തല്ലേ. അച്ഛമ്മ വേഗം അവന്റെ ചെവിന്ന് വിട്ടു. ഈ പെണ്ണ് വന്നത് മുതൽ എന്നോട് എല്ലാവർക്കും സ്നേഹം കുറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ പപ്പിക്കുട്ടി, അവൻ കുറുമ്പോടെ പറഞ്ഞു. പാത്തു അമ്പരന്ന് അവനെ നോക്കി. ഞാൻ റൂമിലേക്ക് ചെല്ലട്ടെ അച്ഛമ്മേ, അവള് വേഗം പറഞ്ഞു. അവരെ നോക്കാതെ അവള് റൂമിലേക്ക് നടന്നു. എങ്ങനെയുണ്ട് പുതിയ ആള്? അവള് പോകുന്നത് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഒരു പാവം, നമുക്ക് ചേരില്ലടാ. നിനക്ക് ഒട്ടും ചേരില്ല, അച്ഛമ്മ പറഞ്ഞു. അവൻ അച്ഛമ്മയെ ഒരു കള്ളനോട്ടം നോക്കി. ആണോ? നമുക്ക് ചേർക്കാനേ സമയമുണ്ടല്ലോ പപ്പുവേ, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയതും അവൻ വേഗം കുളിച്ച് ഫ്രഷായി.
താഴേക്ക് ചെല്ലുന്ന തിടുക്കം പോലെ ഒരു കാവിമുണ്ടും ടീഷർട്ടും ധരിച്ച് അവൻ വേഗം കിച്ചണിലേക്ക് എന്നതും അവൻ പ്രതീക്ഷിച്ച പോലെ അവൾ അവിടെ ഉണ്ടായിരുന്നു. തിരക്കിട്ട് എന്തോ പണിയിലാണ്. കുളി കഴിഞ്ഞ് മൂടി തലയിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. ഒരു മാംഗോ യെല്ലോ ടോപ്പും റെഡ് സ്കേർട്ടുമാണ് വേഷം. അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ പെണ്ണങ്ങനെ നിൽക്കുന്നത് കാണാൻ ഒരു രസം. അവൻ മുണ്ടൊന്ന് മടക്കി കുത്തി അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ തൊട്ടുപുറകിൽ ചെന്ന് അവൾ എന്താ ചെയ്യുന്നതെന്ന് എത്തി നോക്കി. ഇടിയപ്പം ഉണ്ടാക്കുക ആള്. സേവനാഴിയിലെ മാവെടുത്ത് കഷ്ടപ്പെട്ട് തിരിക്കുന്നുണ്ട്. ഞാൻ സഹായിക്കണോ? ശിവേരിയിലായി കേട്ട ശബ്ദത്തിൽ പാത്തോന്ന് ഞെട്ടി. അവളുടെ കയ്യിൽ നിന്ന് സേവനാഴി വലിയ ശബ്ദത്തിൽ താഴേക്ക് വീണു. സോറി സോറി, അവള് പരിഭ്രമത്തോടെ പറഞ്ഞുകൊണ്ട് കുനിഞ്ഞെടുത്തു. അവൻ അവളെ നോക്കി നിന്നു. ഞാൻ കാരണം നിലത്ത് വീണത്, എന്നിട്ട് അവൾ എന്നോട് സോറി പറയുന്നു. ഇത്ര പാവമായ ശരിയാവില്ലല്ലോ. അവൻ ഓർത്തു. നന്ദൂട്ടിന് എന്തെങ്കിലും വേണോ? അവള് ചോദിച്ചു. നന്ദൂട്ടനോ? അവൻ മിഴിച്ചു നോക്കി. എനിക്ക് നിന്നേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ടെന്നറിയോ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. ഇല്ല. നിനക്കെത്ര വയസ്സായി? 25, അവള് പറഞ്ഞു. എനിക്ക് 31. അപ്പൊ 6 വയസ്സ് മൂത്താ ഞാൻ നിന്നേക്കാള്. മനസ്സിലായോ? എന്നിട്ടാണോ എന്നെ നന്ദൂട്ടെന്ന് വിളിക്കുന്നത്? സോറി, നന്ദു ചേട്ടാന്ന് വിളിക്കാം. വേണ്ട, ഞാൻ പറയാം നീ എന്ത് വിളിക്കണമെന്ന്. എന്റെ പേരെന്താണെന്നറിയോ? ഇല്ല, അവളില്ലെന്ന് തലയാട്ടി. ദേവാനന്ദ്. അവൻ ഹാൻഡ് ഷേക്കിനായി കൈ നീട്ടി. അത് കണ്ട് പാത്തു ഒന്ന് മടിച്ചു. മാവ് കുഴച്ച പൊടിയാണ് കയ്യിൽ നിറയെ. അവൾ കൈ ഉയർത്തി കാണിച്ചു. അവന് ചിരി വന്നു. താടോ കൈ, അവൻ വീണ്ടും പറഞ്ഞു. മടിച്ച് അവൾ കൈ നീട്ടി. ദേവാനന്ദ്. അവൻ ഒന്നുകൂടെ അവന്റെ പേര് പറഞ്ഞു. പത്മ. പാത്തു തന്റെ പേര് പറഞ്ഞു. അവളുടെ നാവിൽ നിന്ന് ആ പേര് കേട്ടതും അവന്റെ കണ്ണുകളൊന്ന് വിടർന്നു. ആ മുഖം ഒന്ന് ചുവന്നുപോയോ? പഴയ ഏതൊക്കെയോ ഓർമ്മകൾ അവന്റെ മനസ്സിലേക്ക് ഇരച്ചെത്തി. അച്ഛമ്മയുടെ പേര് എന്ത് രസാ, എനിക്കും ആ പേര് മതി, കുഞ്ഞു നന്ദൂട്ടൻ പറഞ്ഞു. അച്ഛമ്മ അവന്റെ കവിളിൽ പിടിച്ചു. അതെങ്ങനെയാ? നന്ദൂട്ടൻ ആൺകുട്ടിയല്ലേ, എന്റെ പേര് ആൺകുട്ടികൾക്ക് ഇടാൻ പറ്റില്ല. പക്ഷേ അച്ഛമ്മ ഒരു കാര്യം ചെയ്യാം, എന്റെ പേരുള്ള ഒരു പെണ്ണിനെ എന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചു തരാം. അതെന്തിനാ? കല്യാണം കഴിക്കാൻ. അപ്പോ നന്ദൂട്ടന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാം മോള്. ആ മോളുടെ പേരിന്റെ കൂടെ നന്ദൂട്ടന്റെ പേരും ഉണ്ടാവും. പത്മ ദേവാനന്ദ്. അവൻ പയ്യെ പറഞ്ഞു നോക്കി. അച്ഛമ്മ ഇപ്പോഴും അവനെ കളിയാക്കുന്ന ആ ഓർമ്മകൾ മനസ്സിലേക്ക് ഇരച്ചെത്തിയതും അവന്റെ മുഖത്തൊരു കുസൃതി തെളിഞ്ഞു വന്നു.